കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെഫ് നമ്മുടെ അടുത്ത് എങ്ങനെയാണ് ഞണ്ട് റോസ്റ്റ്, അതും ഇത്ര സ്പൈസി ആയത് കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തന്നു. പക്ഷേ ഷെഫിനെ നമ്മൾ വിടുന്നില്ല. ഇനി കരിമീൻ കറി അല്ലേ, കരിമീൻ മസാല. കരിമീൻ മസാല എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് ഫ്രൈ ഉണ്ട്, ഫിഷ് മോളി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കരിമീൻ മസാല അത് അപൂർവമായിട്ട് കാണപ്പെടുന്ന. അപ്പോൾ കരിമീൻ മസാല എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് കൂടി പറഞ്ഞു തരും. സോ യു ഡോണ്ട് പ്ലീസ് ഗോ എവേ. നമ്മളിത് കണ്ടു, ഇനി അതും കൂടി കണ്ടിട്ട് പോവാം. നമ്മൾ ആദ്യം ഞണ്ട് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു. ഇനി കരിമീൻ മസാല, നമുക്കിപ്പോഴും ബുദ്ധിമുട്ടുള്ള ഈ കരിമീൻ കൊണ്ടുള്ള വിഭവം വയ്ക്കാൻ. ഇപ്പോൾ കരിമീൻ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചേട്ടൻ പറഞ്ഞുതരും, നമുക്കത് കാണാം. ഇപ്പം നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്ത് സവാള ഇട്ടു, തക്കാളി ഇട്ടു, പച്ചമുളക് ഇട്ടു. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടു. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിനിടയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കാരണം അതൊന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട്, ഒരു ഗ്രേവി പരുവത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പ്. ഓക്കെ, ഇതെല്ലാം കൂടി പെരട്ടി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. 1 മണിക്കൂറായിട്ടുണ്ട്. കാരണം 1 മണിക്കൂർ അയക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരാകുമ്പോൾ ഈ മാംസത്തിലുണ്ടാവുന്ന എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കും. പിന്നെ മാത്രമല്ല മസാലയൊക്കെ നന്നായി കയറിക്കും. പൊതുവെ വെളുത്തുള്ളി ആദ്യം ഇടുക ചെയ്യുന്നത് ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആദ്യം സവോളയും തക്കാളിയും നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇവിടുത്തെ ഗസ്റ്റ് ഉണ്ട്, മിസ്റ്റർ പീറ്റർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കൊന്നും ട്രൈ ചെയ്യാനുള്ള ചാൻസ് കൊടുക്കാം നമ്മൾ. പ്ലീസ് ട്രൈ ഇന്ത്യൻ. ഓ, ശരിക്കും പീറ്റർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷെഫാണ്, ബെൽജിയത്തിലെ ഷെഫാണ്. അപ്പോൾ പുള്ളിക്ക് ഇത് വളരെ സുപരിചിതമായ പരിപാടിയാണ്. പക്ഷെ സ്പൈസസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് വളരെ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Probably you may not have done spicy food, right? No. In Belgium we don't use the green chilies. Okay. We don't use them. We use a bit of grinded pepper. Okay. But that's all. അവിടെ പൊതുവെ ഗ്രീൻ ചില്ലീസ് അധികം യൂസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ സ്പൈസി ഫുഡ് അവർ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവർ പെപ്പർ കൂടുതൽ യൂസ് ചെയ്യും. സവാള നന്നായിട്ടൊന്ന് സോട്ടായി കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അത് ആ മസാല ഇടുന്നതുകൊണ്ടാണ് ഫിഷ് മസാല എന്ന് തന്നെ പറഞ്ഞത്. ഇത് ഗരം മസാല, നേരത്തെ പറഞ്ഞ വീട്ടിൽ പൊടിച്ചെടുക്കേണ്ട ഗരം മസാല, പട്ട, ഗ്രാമ്പു, കരയാമ്പൂ.
നമ്മളിത് ശരിക്കും ഇതുപോലെ ഇലയിൽ പാക്ക് ചെയ്തിട്ട് 3 മിനിറ്റ് ഒരു വശം ആദ്യം കുക്ക് ചെയ്തു. അതായത് ഇല ഒന്ന് വാടണം. അത് കഴിഞ്ഞൊരു 3 മിനിറ്റ് മറിച്ചിട്ടിട്ടും ഒന്ന് ചെയ്യണം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ എക്സ്ട്രാ നമ്മളിപ്പോൾ ഇത്ര ഓയിൽ ഒഴിച്ചില്ലേ, അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട്, ഇത്ര എണ്ണ കഴിക്കാൻ പാടില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. എക്സസ് ആയിട്ടിരിക്കുന്ന എണ്ണ മുഴുവൻ ഇതിനകത്ത് ഇറങ്ങിച്ചെല്ലും, വാഴയിൽ സക്ക് ചെയ്തെടുക്കും. അപ്പോൾ ആ വാഴയിലയുടെ ഫ്ലേവർ മാത്രമല്ല, ആ വെളിച്ചെണ്ണയും കംപ്ലീറ്റ് ആയിട്ട് ആവശ്യമില്ലാത്ത, അതായത് എക്സസ് ആയിട്ടിരിക്കുന്ന ഓയിൽ കംപ്ലീറ്റ് മാറിപ്പോവുകയും ചെയ്യും. വളരെ ഏറെ രുചിയുള്ള ഒരു വിഭവമാണ് ഫിഷ് മസാല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല കരിമീൻ വെച്ചിട്ട് പല വിഭവങ്ങളും, ഫിഷ് മോളി, കരിമീൻ പൊള്ളിച്ചത് എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ കരിമീൻ മസാല നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പീറ്ററും വീട്ടിൽ മിക്കവാറും പോയിട്ട് ട്രൈ ചെയ്യും. കാരണം ബെൽജിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വാഴയിലൊന്നും കിട്ടില്ല. പക്ഷെ നമുക്കിവിടെ സുലഭമായി കിട്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതും ട്രൈ ചെയ്യുക. ഞാൻ കാണിച്ചത് ഞണ്ട് കറിയും ട്രൈ ചെയ്യുക, ഞണ്ട് റോസ്റ്റും. സോ until we meet next time, this is me, Peter and Sundareshan Jetan signing off. Bye.